ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാഞ്ചനയും അതുപോലെ തന്നെ പ്രഭയും ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ മനസ്സിൽ കുറച്ചുകൂടി എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കൂടിയ ഡോസ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇവർ രണ്ടുപേരുടെ പ്രകടനം കാഴ്ചവെക്കുകയാണ്. അപ്പോൾ മീനുവിനെ കണ്ടില്ല എന്നുള്ള മട്ടിൽ കിച്ചണിൽ നിന്ന് ഇവരിങ്ങനെ സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. അമ്മേ, ഞാനിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നമ്മുടെ അർജുൻ്റെ പഴയ പാർട്ടിയെ കണ്ടിരുന്നു. ഏത് പാർട്ടിയെ? അർജുൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തില്ലേ, ഇന്ദു. ഇന്ദു, അവളെ ഞാൻ കണ്ടിരുന്നു അമ്മേ. ബെസ്റ്റ്. അവളുടെ അച്ഛനും സഹോദരനും ഒക്കെ ഇവിടെ വെച്ച് അർജുനെ തല്ലിയത് അമ്മ മറന്നു പോയോ എന്ന് ചോദിച്ചു. അത് ശരിയാ, ഒന്നും മറന്നിട്ടില്ല. എങ്ങനെ മറക്കാനാ? ഒരു ഇന്ദു മാത്രമല്ലല്ലോ, എത്ര പെൺപിള്ളേരുടെ രക്ഷിതാക്കൾ ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അത് മറക്കാൻ പറ്റുമോ? എത്ര പെൺപിള്ളേരുടെ കയ്യിൽ നിന്ന് അവൻ തല്ല് വാങ്ങിയിട്ടുണ്ട്. അവൻ കോളേജിലും സ്കൂളിലും പോയത് പഠിക്കാനാണോ? അവൻ പെൺകുട്ടികളുടെ പുറകെ നടക്കാൻ വേണ്ടിയല്ലേ പോയത്? എന്താല്ലേ കഷ്ടം തന്നെ. അവൻ നല്ലവനായിട്ട് അഭിനയിക്കാൻ അവന് നന്നായി അറിയാം. വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന പറയാണ്. ഓ ശരിയാ, അതെ അതെ എന്ന് പറഞ്ഞു. അപ്പം മീനു ഇതെല്ലാം ഇപ്പുറത്ത് മാറി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് ഇവരുടെ സംസാരം. അപ്പം മീനു കേൾക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് ഇവർ പറയണത്. അവൻ്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. എന്ത് കഷ്ടം, എത്ര പെൺപിള്ളേരെ പ്രണയിച്ചിട്ടുണ്ടെന്ന് അവന് പോലും എണ്ണം കാണില്ല. അത് ശരിയാ, ഈ അഞ്ജലിയൊക്കെ അവരിൽ ഒരാൾ മാത്രം. പിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ട് ആ ഒടുക്കം അവളെയും അവൻ ഉപേക്ഷിച്ചു. ഇത് തന്നെ അവൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് ഇവർ ചിരിക്കാം. പക്ഷേ ഇപ്പോഴും അവൾ അവൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. പാവം മീനു, ഇത് വല്ല അറിയുന്നുണ്ടോ അവൻ്റെ ലീലാവിലാസങ്ങൾ? അവൾക്ക് എന്താ അറിയാം അവനെക്കുറിച്ച് എന്നൊക്കെ ഇവരിങ്ങനെ പറയാം. കോളേജിൽ പഠിക്കുമ്പോൾ പെൺവിഷയത്തിന് അവൻ എത്ര തവണ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പളിൻ്റെ കാല് പിടിക്കലായിരുന്നല്ലോ അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. അതുമാത്രമോ, വെള്ളവടി അടിപിടി എത്രാമത്തെ വയസ്സിലവൻ തുടങ്ങിയതാ. എന്തൊരു തലവേദനയൊക്കെ അവൻ ഉണ്ടാക്കി വച്ചിരുന്നത്. മീനുവിൻ്റെ മുന്നിൽ നല്ല പിള്ളയായിട്ട് അവൻ അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിയെ ഫ്രണ്ടെന്ന് പറഞ്ഞ് ബൈക്കിലിരുത്തി കറങ്ങും. ഇതല്ലേ ഫ്രണ്ടെന്ന് പറഞ്ഞല്ലേ അവൻ പെൺപിള്ളേരെ മുഴുവൻ കൊണ്ടു നടക്കാറ്. കള്ളൻ. അതെ അതെ. അയ്യോ ദേ മീനു കേട്ടോന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു ഉടനെ. അപ്പം മീനു വേഗം തന്നെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഏറ്റോ നന്നായിട്ട് ഏറ്റിട്ടുണ്ടമ്മേ, കൊള്ളാം എന്ന് പറഞ്ഞ് ഇവർ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീനു നേരെ ഉമ്മറത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അഖില വരുന്നത്. ഇതാരെ വിശ്വസിക്കണം? അർജുൻ പറയുന്നത് ശരിയായിരിക്കുമോ? ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് മീനുവിൻ്റെ ചിന്ത. അപ്പം അഖില അങ്ങോട്ടേക്ക് കയറി വന്നിട്ട്, ആഹാ ചേച്ചി ഇപ്പോഴും പഴയപടി തന്നെയാണല്ലോ, എന്ത് പറ്റിയത്? ഇനിയും അഞ്ജലി വിഷയം തീർന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ പറ്റിയത് ചേച്ചി? ഇക്കാര്യം ചേച്ചി അർജുനേട്ടനോട് സംസാരിച്ചില്ലേ? വീട്ടിൽ വളരുതെന്ന് അഞ്ജലിയോട് പറഞ്ഞില്ലേ? ഞാൻ സംസാരിച്ചിരുന്നു, അർജുനോട് സംസാരിച്ചതാണ്. പിന്നെ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേങ്കിൽ അതല്ല, അഞ്ജലി ഇന്നും പിന്നെയും അവളിവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അവൾ വരുവല്ല ചെയ്തത്, ഞാൻ അവളെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തതാ. പക്ഷേ അവൾ പറഞ്ഞതൊക്കെ എന്നെ തകർത്ത് കളഞ്ഞു അഖില എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ അഖിലയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസും അതുപോലെ തന്നെ നിന്നോട് എന്തെങ്കിലും പ്രണയം അർജുൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ജലി പറഞ്ഞത് ഇങ്ങനെ അഖിലയോട് പറയുകയാണ്. അപ്പോൾ അഖില ഇതെല്ലാം കേട്ട ശേഷം അപ്പോൾ ചേച്ചി അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണുമോ എന്ന് ചോദിച്ചു. ഉണ്ട്, സത്യമുണ്ട് എന്ന് മീനു ഉടനെ പറയുകയാണ്. ചേച്ചി ഇതൊന്നും വിശ്വസിക്കരുത്, ഇവിടെയുള്ളവരുമായിട്ട് കളിച്ചതാണെങ്കിലോ? ചേച്ചിയോട് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. അവളീ പറയണമെന്ന് സത്യമാവണമെന്നുണ്ടോ? ഇവിടുത്തെ 2 പേരുമായിട്ട് അവർ കളിച്ച നാടകം തന്നെ ആയിരിക്കും അത് എന്ന് പറഞ്ഞു. ആ ഫോട്ടോസ് പിന്നെ എങ്ങനെ ഉണ്ടായി? ബെസ്റ്റ്. അവൾ വളരെ സ്വാതന്ത്ര്യത്തോടെയല്ലേ അർജുനായിട്ടായിട്ട് ഇടപഴകിയിരിക്കുന്നത്. ആ ഫോട്ടോയിലും അത്രമാത്രമേ കാണുള്ളൂ. അല്ല, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ചേച്ചി, ഇക്കാര്യം അർജുനേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. അതെന്താ, എന്തിനു സംസാരിക്കണം എന്ന് ചോദിച്ചു.
അപ്പോൾ അഖില ഇങ്ങനെ നിൽക്കണം. നീ പറയാ, എന്തിനാ, ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ഞാൻ മുൻപ് ചോദിച്ചപ്പോൾ ഇല്ലെന്നാ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെയാ ഇപ്പോഴും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ജലിയെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്, അതും സത്യമുള്ള കാര്യം തന്നെയാണ്. ആദ്യേട്ടന് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് അർജുൻ എന്നെ വിവാഹം ചെയ്തത്. മനസ്സ് അഞ്ജലിയിൽ തന്നെയാണ്. ദേ ചേച്ചി, വായി തോന്നിയത് വിളിച്ച് പറയലേ. നിങ്ങൾ രണ്ടുപേരെയും പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്ന നാടകമാണ്. ചേച്ചി അതിൽ പോയി വീഴല്ലേ. നാടകമല്ല, ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കില എന്ന് പറഞ്ഞു. ഞാൻ ചതിക്കപ്പെടുകയായിരുന്നോ? മണ്ണാൻ കേട്ട. അർജുനേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമായത്. എന്തിനു സംസാരിക്കണം? നുണ പറയുന്നത് കേൾക്കാനോ? വേണ്ട, വെറും മണ്ടിയാണെന്ന അർജുൻ്റെ വിശ്വാസം. ചേച്ചിയോടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക. ഇത്തരം മണ്ടത്തരങ്ങളൊന്നും ചർച്ച ചെയ്താൽ എൻ്റെ സമയം കളയാൻ പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് അഖില അങ്ങ് കയറിപ്പോയി. അഖിലയ്ക്ക് ദേഷ്യമായിട്ടോ വന്നത് മീനുവിൻ്റെ പെർഫോമൻസ് കണ്ട. പിന്നെ കാണാം നമ്മുടെ അഖില നല്ല അടിപൊളി കരാട്ട പഠിക്കുക. മുമ്പേ കരാട്ട പഠിക്കേണ്ടതായിരുന്നു. ഇവിടെ ആവശ്യം വരും. എന്താണെങ്കിലും ഇവിടുത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ കരാട്ട ആവശ്യമാണ്. ഓൺലൈൻ കുറേ കരാട്ട ക്ലാസ്സുകളുണ്ടല്ലോ, അത് നോക്കി അങ്ങോട്ട് പഠിച്ചാലോ. ഇങ്ങനെയാണെങ്കിൽ തൽക്കാലം വേണ്ടി വരും എന്ന് തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജയ ഹോയിലെ അവളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് അഖില ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളി, എന്നാൽ പിന്നെ ഒന്ന് പഠിച്ചു കളയാം എന്ന് തന്നെ അഖില അങ്ങ് തീരുമാനിച്ചു. ഇനി കരാട്ട ഫൈറ്റ് നടത്താം. പിന്നെ മീനുവിനെയാണ് കാണുന്നത്. അപ്പം മീനു ആകെ സങ്കടത്തിൽ ഇതേ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് അവിടെ കിടക്കുക. എന്നാലും അർജുനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. പെറ്റമ്മ തന്നെ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൻ അത്ര മോശമായിരിക്കില്ലേ? എന്തിനാ അർജുൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നെ എന്തിനാ അർജുൻ ഇങ്ങനെ ചതിച്ചത്? അപ്പോൾ അർജുൻ എൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ മീനു അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്ന് കരയാണ്. അപ്പോൾ ഈ അർജുൻ ആകെ വിഷമായിട്ടോ. അർജുൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്? ഇവയ്ക്കിതെന്താ പറ്റിയത്? എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. അവൾക്ക് ശരിക്കും സങ്കടമുണ്ട്. എന്താ കാര്യമെന്ന്, പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നതുമില്ല. അപ്പോൾ അർജുൻ എടുത്ത് വന്നു. മീനു എന്ന് വിളിച്ചു. എന്താ മീനു, എന്താ കിടക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ കിടന്നതാ എന്ന് പറഞ്ഞു. മീനു ഒന്ന് എഴുന്നേറ്റിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ മീനു എഴുന്നേറ്റിരുന്നു. ദാ എന്ന് പറഞ്ഞു. താനിതൊന്ന് വാങ്ങിക്കുക, ഇത് തനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സാണ്. പിന്നെ അഖിലയ്ക്കും അതുപോലെ തന്നെ ഗൗതത്തിനും ഒക്കെ കൊടുക്കണം, എന്നിട്ട് താനും കഴിക്കുക, ഇതാ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്താ മീനു, താനെന്താ ഇങ്ങനെ നോക്കുന്നത്? വാങ്ങിക്ക് മീനു എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. തനിക്ക് എന്താ പറ്റിയത്? താനെന്താ ഇങ്ങനെ ആയിപ്പോയത്? അല്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ എന്താ വാങ്ങിക്കാത്തത്? എനിക്കിപ്പോൾ വേണ്ട. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അർജുൻ നേരെ മീനുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. എന്നിട്ട് മീനു, നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ ഇടപെടുന്നത്? എന്താ നിനക്ക് പറ്റിയത്? പഴയ ചിരിയും കളിയും ഒക്കെ എവിടെ പോയി മീനു? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ എന്നോട് തുറന്ന് പറ. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. നീ വീട്ടിലേക്കുള്ള ആരെങ്കിലും നിന്നെ വഴക്ക് വല്ലതും പറഞ്ഞോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒന്ന് പറഞ്ഞോ, തുറന്നു പറയുക എന്ന് പറഞ്ഞു. മീനു, എന്താണെന്ന് നീ ഒന്ന് തുറന്നു പറയുക. എന്നും പറയാതെ നീ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചു. മീനു, നീ പറയുക എന്ന് പറഞ്ഞ് അർജുൻ ഇങ്ങനെ പറയുക. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊന്നും പറയാനുമില്ല. ദേവി ഏത് ഓരോന്ന് ചോദിച്ച് എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്. നീ കള്ളം പറയാ മീനു. എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്, അതെനിക്ക് നന്നായി മനസ്സിലായി. ശരി, ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. നിനക്ക് പറയണം എന്ന് തോന്നുമ്പോൾ മാത്രം നീ പറഞ്ഞാൽ മതി. നീ എപ്പോഴും സന്തോഷത്തോടെ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നീ എന്തോ അസുഖം ബാധിച്ചിരിക്കുന്ന ആളെപ്പോലെയാണ് ഇപ്പം തോന്നണത്. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ മീനു, നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. മീനു, ഞാൻ അറിയാതെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ അത് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ, പരിഹാരം കണ്ടെത്താൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ലാന്ന്. ശരി മീനു, നമ്മൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാ, എന്നിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ലല്ലോ. ശരി, നീ നിൻ്റെ ഇഷ്ടം പോലെ ഇരിക്കുക, ഞാനിനി ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അർജുൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആ സ്നാക്സും വെച്ചിട്ട് അപ്പോൾ മീനുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വാതൊക്കെ ചെന്നിട്ട്,
മീനു, നീ എൻ്റെ ജീവനാണ്. അപ്പോൾ നിൻ്റെ സന്തോഷം കെടുത്തുന്നത് എന്താണെങ്കിലും ഞാനത് കണ്ടെത്തും, പരിഹാരവും ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മീനു ആകെ സങ്കടത്തിലാണ്, അർജുനും. അപ്പോഴാണ് ദിനേശ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ദിനേശ് ഏട്ടൻ വന്നിട്ട്, എടാ അർജുൻ, നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? വീട്ടിലെത്തിയാൽ പിന്നെ നീ മീനുവിൻ്റെ അടുത്തായിരിക്കുമല്ലോ, പിന്നെ എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. എന്താടാ ഒരു വിഷമം പോലെ, എന്തു പറ്റി നിനക്ക്? എടാ മീനുവിന് എന്തോ വിഷമമുണ്ട്, അവളാകെ സങ്കടത്തിലാണ്. എന്താ പ്രശ്നമെന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ എന്താണെന്ന് അവൾ പറയുന്നില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചു, എന്താണെങ്കിലും മാറ്റമുണ്ട്. പിന്നെ എത്ര ആലോചിച്ചിട്ടും എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഞാനായിട്ട് ഒരു തെറ്റും അവളോട് ഞാൻ ചെയ്തിട്ടേ ഇല്ല. എന്നിട്ടും എന്നെ എന്തിനാ അവളിങ്ങനെ മാറ്റി നിർത്തുന്നത്? അഞ്ജലി ആയിരിക്കുമോ വിഷയം? അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തതാ. അതൊന്നും അല്ല കാര്യങ്ങൾ, വേറെ എന്തോ ഉണ്ട്. എനിക്ക് അവളുടെ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എനിക്കത് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ്. അപ്പോൾ ഗൗതത്തെ റൂമിൽ കയറി വരുമ്പോഴത്തേനും നമ്മുടെ അഖില നേരെ നമ്മുടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വേണ്ട നമ്മുടെ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് എക്സസൈസ് ചെയ്യുകയാണ്. ഇതെന്താ സമയം കാലം ഒന്നും ഇല്ല എക്സസൈസ് ചെയ്യാൻ, ഇവളെന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഗൗതം കയറി വരുന്ന കണ്ടിട്ട്, അയ്യോ കാർത്തികിനെ വിളിക്കാൻ മറന്നുപോയി, കാർത്തികിനോട് സമയം ഞാൻ പറഞ്ഞതായിരുന്നു, അയ്യോ സമയം കഴിഞ്ഞു പോയി, ഇനി കാർത്തിക് പിണങ്ങുമാവോ? അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നേരെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ കാർത്തികിനെ. അപ്പോൾ വേഗം ഫോൺ വിളിച്ചിട്ട് അനിയത്തിയാണ് വിളിക്കുന്നത്. അപ്പം ഫോൺ എടുത്ത ശേഷം ഹലോ എന്ന് വിളിച്ചു. ഹലോ ചേച്ചി. സോറി കാർത്തിക്, ഞാനേ വിളിക്കാമെന്ന് ഞാൻ ഓർത്ത ടൈമിൽ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, സോറി, എന്നോട് പിണങ്ങരുത് കേട്ടോ. ഓ ഇല്ല, ഞാൻ പിണങ്ങില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം കാർത്തിക്കിന് എന്നോട് പിണങ്ങാൻ പറ്റില്ല എന്ന്. അവളുടെ ഒരു കാർത്തിക് നിർത്തടി നിൻ്റെ കൊഞ്ചിൽ. അപ്പം രാഖിയായിട്ടാണ് സംസാരിക്കുന്നത്. കാർത്തിക് ഒരു നിമിഷം. അപ്പം നമ്മുടെ ഗൗതം പറയാണ്, നിർത്തടി, അവളുടെ ഒരു കാർത്തിക്, അവളുടെ ഒരു കൊഞ്ചല. അതെ, ഇവിടെ ഒരു ശല്യം വന്നിട്ടുണ്ട്, ഞാൻ അതിനെ ഒന്ന് ഒഴിവാക്കട്ടെ. ആരടി നിൻ്റെ ശല്യം? നിൻ്റെ ഫോൺ ഞാൻ ഇന്ന് എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു. അപ്പം മൂലെ പോയിരിക്കുക. കാർത്തികേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അഖില വേഗം തന്നെ. അപ്പോൾ വീണ്ടും ഗൗതം ചാടി എഴുന്നേറ്റ് വരുവാണ് കേട്ടോ. എടി നീ കളിക്കല്ലേ, എന്താ ഇത് അധികകാലം പോവില്ല. ഏത്? നീയും കാർത്തിക് തമ്മിലുള്ള റിലേഷൻ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെയല്ലേ താൻ? ആരടി ഏതവനടി കാർത്തിക്, പറടി എന്ന് പറഞ്ഞു. അവനെവിടെ, ആരാന്നാ ചോദിച്ചത്. അപ്പോഴാണ് നമ്മുടെ കാഞ്ചൻ അതിലേ പോകുമ്പം ഇവരുടെ വർത്തമാനം കേൾക്കുന്നത്. ആരടി, എന്താടി കാർത്തിക് എന്നൊക്കെ ചോദിച്ച് ഇവനിങ്ങനെ ഒച്ചയ്ക്ക് സംസാരിക്കുകയാണ് ഗൗതം. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന ആളാണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും. അപ്പം കാഞ്ചന ചെവി ഓർത്ത് മുറിയുടെ പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. കാർത്തിക്കോ? അതാരാ? നീ 24 മണിക്കൂറും അവനെയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. ഏതവനവൻ എന്ന് ചോദിച്ചോ? നിന്റെ മുന്നിൽ നിന്നല്ലേ ഞാൻ വിളിച്ചത് കൊഞ്ചുന്നത്, എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക് അത് ആരാണെന്ന്? അവൻ എവിടെ, ആരാണെന്നാ ചോദിച്ചത്. അതെന്തിനാ നീ അറിയുന്നത്? നീ അത്രയ്ക്കായോ, ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് ഫോണിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. എന്നിട്ട് നമ്മുടെ ഗൗതത്തിനെ പിടിച്ച് ഒരു ഒറ്റ തള്ളങ്ങ് വെച്ച് കൊടുത്തു. ദേ, എൻ്റെ കാർത്തിക്കിനോട് ഞാൻ പറഞ്ഞാണ്ടല്ലോ, നിന്റെ തലമണ്ട പൊട്ടിക്കും, വിളിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്ന് പിടിച്ചൊരു തള്ളി. കാർത്തിക്, ഇപ്പോൾ ആള് കൊള്ളാലോ. അപ്പം പറയടാ, നീ കാണിച്ചത് ഞാൻ കാർത്തിക്കിനോട് പറയണമെന്നാ? പറയാനാ പറഞ്ഞത്. പറഞ്ഞിട്ട് നീ ഞാൻ കുത്തി കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. നീ എന്നെ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഭ്രാന്തന്മാരെ കാണിക്കുന്ന പോലെ ഇന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇവനെ ഭ്രാന്ത് പിടിപ്പിച്ചപ്പം അഖിലയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അഖില മാറി എന്ന് ചിരിക്കുകയാണ് കേട്ടോ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അപ്പോൾ അതേ പ്രഭയുടെ അടുത്തേക്ക് കാഞ്ചന ഓടി വരിക. അമ്മ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. എന്തുവാടി? അഖില വിളഞ്ഞ വിത്താട്ടോ അമ്മേ എന്ന് പറഞ്ഞു. അത് പിന്നെ നീ പറയണ്ടേ, എനിക്കറിഞ്ഞൂടെ? അവൾക്ക് വേറൊരുത്തരുമായിട്ട് ഒരു തെറ്റായിട്ടുള്ള ബന്ധമുണ്ട്. എന്താ? നീ എന്താടി പറഞ്ഞത്? നിന്നോട് ആരാ പറഞ്ഞത്? അതിൻ്റെ പേരിൽ അവളും അവനോട് വഴക്കിടുന്നത് ഞാൻ കേട്ടതല്ലേ. എൻ്റെ ദൈവമേ, ഏതേനെ കാർത്തിക് എന്നാ അവൻ്റെ പേര്. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്. ഇനി അവളും അവൻ്റെ വീഡിയോ എടുക്കുമോ? അവൾ മുറിയിൽ തന്നെ ഇരിക്കുന്നത് വെറുതെ അല്ല, ഫുൾ ടൈം കാർത്തിക്കിനെ ഫോൺ ചെയ്യാം. ഗൗതം വന്നിട്ട് ഗൗനിക്കാതെ കാർത്തിക്കിനെ ഫോൺ ചെയ്യാം. അവളുടെ ഒരു ധൈര്യം സമ്മതിക്കണ്ടേ അമ്മേ? ഭർത്താവ് വീട്ടിലിരിക്കാവുന്ന സമയത്ത് എപ്പോഴും ചാറ്റ് ചെയ്യുന്നത് പുതുമയല്ല,
പക്ഷെ താലി കെട്ടിയ മുന്നിൽ വെച്ച് തന്നെ അവൻ എൻ്റെ വയറ്റിൽ തന്നെയാണോ പിറന്നത്? അവളുടെ മുഖത്തിട്ട് 32 പല്ല് പിടിച്ച് താഴെയിടണ്ടേ? അവൻ ഫോൺ പിടിച്ചു വാങ്ങാൻ തോക്കുന്ന ബഹളമൊക്കെ കേട്ടു. അതൊന്നും പോരാ, നല്ല വീക്ക് വെച്ച് കൊടുക്കണം അവക്കിട്ട്. അതാ ചെയ്യേണ്ടത്. അപ്പം ഗൗതം പ്രകടനം എല്ലാം കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇതിനവിടെ നിന്നിട്ട് ഡാ ഇങ്ങോട്ടേക്ക് വന്നടാ എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്ക് ചെല്ലുക. ആരാടാ കാർത്തിക് എന്ന് ചോദിച്ചോ. അപ്പം ഞെട്ടിപ്പോയിട്ടോ. ചോദിച്ചത് കേട്ടില്ലേ? പറയടാ. നിന്നോടാ. അവളുടെ ആരാന്ന് ഈ കാർത്തിക്കെന്ന്. അപ്പോൾ നിന്ന് കരയാണ് കേട്ടാ. അയ്യേ, കരയുന്നോ? നാണം കെട്ടവൻ, നീ എന്താടാ ഇത്? അടിച്ച് നിന്റെ ചെകിടി ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു കാഞ്ചന. നാണം കെട്ടവൻ, നിന്ന് മോങ്ങുന്നോ? അവളെ പിടിച്ച് പുറത്താക്കടാ, അല്ലാതെ നിന്ന് മോങ്ങുമല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എടാ, നിന്നോട് പറഞ്ഞത് അവളുടെ കള്ളക്കാമുകനാണോ ഈ കാർത്തിക്? അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിക്കോട്ടെ, പ്രണയത്തിലായിക്കോട്ടെ. നിനക്കവളെ ഇഷ്ടമല്ലല്ലോ, എന്തിനാ അവളെ ഒഴിവാക്കുക എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത്. എന്നാൽ പിന്നെ ഇതൊരു കാരണമായിട്ട് ഏറ്റെടുക്കടാ. മറ്റൊരുത്തനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവനെ വേണ്ട എന്ന് പറ. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറഞ്ഞു. ചെന്ന് പറയടാ. എനിക്ക് വോയിസ് ഇല്ലമ്മേ. നിൻ്റെ വോയിസ് എവിടെ പോയി? ആദ്യം ഞാനാ തുടക്കം വിട്ടത്. നീയോ? അവളെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിസി എന്നൊരു പെണ്ണിനെ വിളിച്ചു. ലിസിയോ? ആരടാ ലിസി എന്ന് ചോദിച്ചു ഉടനെ പ്രഭ. അത് കഴിഞ്ഞ ശേഷം അവൾ കാർത്തിക്കിനെ വിളിച്ചത്. അയ്യോ അമ്മേ, അത് പിന്നെ നമ്മുടെ ദിനേശ് ചേട്ടനാ എന്ന് പറഞ്ഞു. ദിനേശ് ചേട്ടനോ? ലിസി എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടനെയാണ് വിളിച്ചത്. അതെ, പകരം അവൾ ഒറിജിനൽ കാർത്തിക്കിനെ വിളിച്ചു. അതായി ഇപ്പോൾ സംഭവിച്ചത്. അപ്പം നിനക്ക് വോയിസ് ഉണ്ട്, ഇറക്കി വിടറ അവളെ എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കി വിടില്ല ഞാൻ അവളെ കാർത്തിക്കിനെ എനിക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടിനെയും കയ്യോടെ പിടികൂടി വെട്ടി ഞുറുക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗൗതം പോവാ. എടാ മോനെ, നീ എന്തീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഗൗതം അങ്ങ് ഇറങ്ങിപ്പോയി. പാവം, മിക്കവാറും അവനൊരു കൊലയാളിയാവും. ഏത് സമയത്താണോ ചേച്ചി അനിയത്തി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? വല്ലാത്ത ഗതികേട് തന്നെ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലമ്മേ. ഈ കാരണം പറഞ്ഞ് അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ വഴി ഒരുക്കണം നമ്മൾ. അതാ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ദിനേശ് ചേട്ടനെയാണ്. അപ്പോൾ ദിനേശ് ചേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ദിനേശ് ചേട്ടനെ കണ്ടു കേട്ടോ. ദിനേശ് ചേട്ടൻ്റെ മുന്നിൽ പെടാതെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പയ്യെ പുറകെ കൂടെ ചാടി ഓടുമ്പം, അയ്യോ പോവല്ലേ, നിൽക്ക്, ദേ ഞാൻ ലിസി ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? ലിസി ഉപേക്ഷിച്ച് പോവുകയാണോ? നീ എന്താ ഒന്നും മൈൻഡ് ചെയ്യാത്തത്? എന്താ നീ മിണ്ടാതെ പോണത്? അപ്പോൾ ഗൗതം അങ്ങ് പോയേട്ടോ. അയ്യോ കഷ്ടം തന്നെ. പൊയ്ക്കോ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ദിനേശ് ചേട്ടൻ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.